നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 29 ഞായറാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് താപനില ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിവിധ ജില്ലകളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവെക്കുന്നത്, ഇന്ത്യയിൽ വീണ്ടും ലോക്ക്ഡൌൺ വരുന്നു എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. അത്തരം ഒരു നിർദ്ദേശം സർക്കാർ പരിഗണിക്കുന്ന പോലുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റ് സംഘർഷം കാരണം ആഗോള പ്രതിസന്ധി തുടരുന്നതിനിടയിൽ ജനങ്ങളോട് ശാന്തതയും സംയമനവും പാലിക്കാൻ കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. ഇതുപോലുള്ള ഒരു സമയത്ത് കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് നിരുത്തരവാദപരവും ദോഷകരവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വീടുകളിലും സ്ഥാപനങ്ങളിലും ഏപ്രിൽ 1 മുതൽ മാലിന്യങ്ങൾ 4 തരംതിരിച്ച് സംസ്കരിക്കണം. വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വൻതോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ കൂടുതലോ തറവിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററോ കൂടുതലോ വെള്ളം ഉപയോഗിക്കുന്നവർ, പ്രതിദിനം 100 കിലോഗ്രാമിൽ അധികം ഖരമാലിന്യം തള്ളുന്നവർ എന്നിവർ ഏതെങ്കിലും ഒന്ന് ബാധകമാകുന്നവരാണ്. ഈ ഒരു വിഭാഗത്തിൽ അവർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം. പുതുതായി തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങൾ നിർബന്ധമായും ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, കാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി, പഴ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനായി ഉചിതമായ കണ്ടെയ്നറുകൾ തെരുവ് കച്ചവടക്കാർ കരുതണം. 100-ലധികം പേരുള്ള പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിനം മുൻപ് തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കണം. പുനരുപയോഗിക്കാനോ ഊർജ ആവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രമേ കുഴിച്ചു മൂടാൻ അനുവാദമുള്ളൂ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കുടിശ്ശിക പെൻഷൻ വിതരണം ആരംഭിച്ചു. 5 മാസത്തെ പെൻഷനാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് 8,000 രൂപ കൈമാറിയിരിക്കുന്നത്. നിലവിൽ 18 മാസത്തെ കുടിശ്ശിക ഇവർക്ക് ലഭിക്കാനുണ്ട്. അതിൽ 5 മാസത്തെ മാത്രമാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അതൊരു തിരിച്ചടിയാവും എന്നൊക്കെയുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 മാസത്തെ വിതരണം ചെയ്യാനായി തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കുടിശ്ശിക എന്ന് വിതരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിലവിൽ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അറിയിപ്പുകളോ ലഭ്യമായിട്ടില്ല. തിരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുടിശ്ശികയെങ്കിലും വിതരണം ചെയ്യാനായി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ബാക്കി കുടിശ്ശിക എപ്പോൾ ലഭിക്കും എന്നുള്ള ഒരു കാര്യം ഇനി അനിശ്ചിതമായി നീളാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.